സംസമിൻ്റെ ചരിത്രത്തിൽ പലർക്കും അറിയാത്ത മനോഹരമായ ഒരു സംഭവമുണ്ട്. 400 വർഷക്കാലം അങ്ങനെ ഒരു ജലധാര തങ്ങൾക്ക് അടിയിലുണ്ട് എന്നറിയാതെ മക്കയിലെ ആളുകൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹജ്ജിനും മറ്റ് കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ എത്തിയിരുന്ന ആളുകൾക്ക് മക്കയിലെ ആളുകൾ വിദൂര നാടുകളിൽ നിന്നൊക്കെയാണ് കുടിവെള്ളം കൊണ്ടുവന്നിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ചില ഗോത്രക്കാർ ചേർന്ന് ആ സംസം കിണർ മണ്ണിട്ട് മൂടിയത് എന്തിനായിരുന്നു? പിന്നീട് 400 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ്, ആരാണ് ആ കിണർ വീണ്ടും കുഴിച്ചെടുത്തത്? സംസമിൻ്റെ ചരിത്രത്തിൽ പലർക്കും അറിയാത്ത മനോഹരമായ ചരിത്രേടുകളുടെ കഥകളാണിന്ന്. തൻ്റെ ഭാര്യയായിരുന്ന ഹാജറ ബീവിയെയും വർഷങ്ങൾക്ക് ശേഷം തനിക്ക് പിറന്ന മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും മക്കയിലെ ആരുമില്ലാത്തൊരു പ്രാന്തപ്രദേശത്ത് കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഹജറ ബീവി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആരിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല. ഈ മരുഭൂമിയിൽ ഒരു മരത്തിൻ്റെ തണൽ പോലും ഇല്ലാത്ത ഇവിടെ കൊണ്ടാക്കിയിട്ടാണോ നിങ്ങൾ തിരിഞ്ഞു പോകുന്നത്? ഹജറ ബീവി പലവട്ടം തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നേർക്ക് ഈ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. തൻ്റെ കൈക്കുഞ്ഞുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഉമ്മ വേവലാതിപ്പെടുകയാണ്. അവസാനമായിട്ട് ഹജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹു പറഞ്ഞതാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നിന്ന് ഒന്നും പറയാതെ തല ഒന്ന് ആട്ടുക മാത്രം ചെയ്തു. അതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിടാൻ. ഹജറ ബീവിക്ക് തിരിച്ചു പറയാൻ മറുപടികളൊന്നുമില്ല. അള്ളാഹു ആണ് അത് കൽപ്പിച്ചതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളൂ എന്നതായിരുന്നു ആ മഹദിയുടെ മറുപടി. ചരിത്രത്തിൽ ഉമ്മുൽ മുസ്ലിമീൻ എന്നാണ് അവരറിയപ്പെടുന്നത് തന്നെ. 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് നൽകിയിരുന്നത്. ആ വെള്ളവും ഈത്തപ്പഴമൊക്കെ തീർന്നതോടുകൂടെ ഇനി എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. തൻ്റെ മുലപ്പാൽ മുഴുവനും തൻ്റെ കുട്ടി കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് വറ്റിപ്പോയിട്ടുണ്ട്. ഇനി തൻ്റെ മകൻ്റെ തൊണ്ടയനക്കാൻ പോലും ഒന്നുമില്ലാതെ ആ ഉമ്മ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? മകനെ ആ മരുഭൂമിയിൽ കിടത്തിക്കൊണ്ട് 2 പർവ്വതങ്ങൾക്കിടയിൽ സഫയിലും മറവയിലുമായിട്ട് ഹജറ ബീവി അലൈഹിസ്സലാം ഓടുകയാണ്. തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ഒരു കുടിവെള്ളത്തിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, തൻ്റെ പൊന്നോമനക്ക് വേണ്ടിയിട്ട് ആ ഉമ്മ 2 സഫ മറവ മലകൾക്കിടയിൽ ഓടിത്തളരുകയാണ്. അതിനിടയിലാണ് മലക്ക് മുകളിൽ വെച്ചൊരു ശബ്ദം കേൾക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന പിഞ്ചു കുഞ്ഞ് കാലിട്ടടിച്ചിരുന്ന ആ സ്ഥലത്തു നിന്നും സംസം ഉറവയെടുക്കുന്നത്. സംസമിൻ്റെ ഉത്ഭവ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ജലധാരയായിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ സംസം അഥവാ ഹിബ്രു ഭാഷയിൽ അടങ്ങ് എന്നാണ് അർത്ഥം. അത് അടങ്ങാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ആ സംസം അതവിടെ ഒരു കിണറായി കാലക്രമേണ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അന്നെങ്ങാനും ഹാജറ ബീവി അതിനോട് അടങ്ങാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഇന്നും ഒരു തെളിനീർ ശുദ്ധജലമായിക്കൊണ്ട് ഒരു നദിയായി അത് ഒഴുകുമെന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരു ജലധാര അവിടെ രൂപപ്പെട്ടതോടുകൂടെ മക്കയുടെ ചിത്രം മാറുകയാണ്. ആ മക്കയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജുർഹൂം ഗോത്രക്കാരാണ് ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു ജലധാര ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. കാരണം വെള്ളമുള്ള ഇടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില പക്ഷികളെ ഈ ജുർഹൂം ഗോത്രക്കാർ അവർ ഈ മക്കയുടെ സമീപ പ്രദേശത്തോടുകൂടെ, അന്ന് വെറും മരുഭൂമിയാണ്, ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ പാർക്കുന്നില്ല. ആ പ്രദേശങ്ങളിലൂടെ കച്ചവട ആവശ്യാർത്ഥം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള വെള്ളം മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവർ ഈ പക്ഷികളെ ആ മരുഭൂമിയിൽ വെച്ചിട്ട് കാണുന്നത്. ഉടനടി തൻ്റെ കച്ചവട സംഘത്തിലുള്ള 2 പരിചാരകരെ ആ കിളികളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ ജലധാരയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവരാണ് ഇങ്ങനെ ഈ മരുഭൂമിയിൽ ഒരു ജലധാര ഒഴുകുന്നതും മാത്രമല്ല അതിൻ്റെ അടുത്ത് ഒരു ഉമ്മയും തൻ്റെ കൈക്കുഞ്ഞും ജീവിക്കുന്നതൊക്കെ ഈ ഗോത്ര തലവന്മാരോട് ചെന്ന് പറയുകയും, അങ്ങനെ ആ ജുർഹും ഗോത്രക്കാർ വളരെ സന്തോഷത്തോടു കൂടെ ഹജറ ബീവിയുടെ അടുത്ത് വരികയും ഞങ്ങളിവിടെ താമസിച്ചോട്ടെ, കാരണം അവരുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു താമസ സൗകര്യങ്ങൾ, അവരുടെ സംസ്കാരമൊക്കെ തുടങ്ങുന്നത്, പല സംസ്കാരങ്ങളും ആരംഭിക്കുന്നത് ഇതുപോലെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ജലധാര കണ്ടപ്പോൾ അവരവിടെ താമസിക്കട്ടെ എന്ന് ഹജറ ബീവിയോട് സമ്മതം ചോദിക്കുന്നു. ഹജറ ബീവി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു നിബന്ധന വെക്കുന്നു. ഈ സംസം എന്നുള്ളത് ദൈവം എനിക്ക് തന്ന, അള്ളാഹു എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ
അവകാശം ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്കതിൽ നിന്ന് വെള്ളം കുടിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ അധികാരം, അതിൻ്റെ നടത്തിപ്പൊക്കെ എൻ്റെ മേലിലായിരിക്കും എന്ന വ്യവസ്ഥയ്ക്ക് മേലിൽ ആ ജുർഹും ഗോത്രക്കാർ മക്കയിൽ താമസിക്കുകയാണ്. ജുർഹും ഗോത്രക്കാരവിടെ താമസിച്ചു എന്ന് മാത്രമല്ല, യമനാണ് അവരുടെ യഥാർത്ഥ സ്ഥലം. ഇവർ ഇങ്ങനെ ഒരു ജലധാരയുണ്ട്, മരുഭൂമിയിൽ ഇങ്ങനെ ഒരു വാസസ്ഥലമുണ്ട് എന്നറിഞ്ഞതോടുകൂടെ യമനിൽ നിന്നുള്ള ഈ ജുർഹും ഗോത്രക്കാരുടെ ബാക്കിയുള്ള കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇതുപോലെ മക്കയിലേക്ക് വരുന്നു. അങ്ങനെ ജുർഹും ഗോത്രക്കാരുടെ കൂടെയാണ് പിന്നീട് ഹജറ ബീവി അലൈഹിസ്സലാം അവിടെ താമസിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാലം മുഴുവനും ഈ ജുർഹും ഗോത്രക്കാരുടെ കൂടെയാണ് അവർ വളരുന്നത്. ജുർഹും ഗോത്രക്കാർ യമനെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ അറബികളാണ്. യഥാർത്ഥ അറബി ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഹജറ ബീവിയൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ നേരെ സൂചിപ്പിച്ചതുപോലെ ഹിബ്രു ഭാഷയിലാണ് അവരുടെ സംസാരം. ഈ ജുർഹും ഗോത്രക്കാരുടെ കൂടെ കളിച്ച് വളരുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അവരുടെ പക്കൽ നിന്ന് യഥാർത്ഥ അറബി ഭാഷ പഠിക്കുകയാണ്. അവരുടെ കൂടെ ജീവിക്കുകയും അവരുടെ ഭാഷ പഠിക്കുകയും കാലക്രമേണ അവരിൽ നിന്ന് തന്നെ വളർന്നു വന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മനോഹരമായ സ്വഭാവം കണ്ട് ആ ഗോത്ര തലവൻ അവരുടെ മകളെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വിവാഹവും ചെയ്തു കൊടുക്കുന്നു. ആ കാലയളവിൽ 3-4 തവണ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ തൻ്റെ മകനെയും ഭാര്യയെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചരിത്രം പിന്നീട് ഈ സംസമിൻ്റെ ക്യാൻവാസിലേക്ക് വരികയാണ്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം ഈ ജുർഹും ഗോത്രക്കാർ അവരാണ് പിന്നീട് മക്കയുടെ അധികാരികളായിട്ട് മാറുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം അവർ വളരെ ക്രൂര സ്വഭാവക്കാരായിട്ട് മാറുകയാണ്. കാരണം അന്നേ വരെ സംസമിൻ്റെ ഉടമസ്ഥാവകാശം ഈ ഹജറ ബീവിക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനൊക്കെ ആയിരുന്നു. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും വഫാത്തിന് ശേഷം ഈ ജുർഹും ഗോത്രക്കാർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവിടെ തീർത്ഥാടനത്തിന് വരുന്ന, അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അവിടെ കഅബ ദേവാലയമൊക്കെ പണിയുന്നുണ്ട്. അതിനുശേഷം അവിടെ പല ആളുകൾ അവിടേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ജലാശയമൊക്കെ രൂപപ്പെട്ടതോടുകൂടെ പല ആളുകളും പല ആവശ്യത്തിന് വേണ്ടിയിട്ട് മക്കയെ തേടി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകളുടെ എല്ലാം ഇവർ കൊള്ളയടിക്കാൻ തുടങ്ങുന്നു. ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളെ ഈ ജുർഹും ഗോത്രക്കാർ കൊള്ളയടിക്കുകയും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അപഹരിക്കുകയും അവരെ ആ നാട്ടിലേക്ക് വരുന്ന ആളുകളെല്ലാം അടിച്ചോടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശപ്പെട്ട സ്വഭാവത്തിലേക്ക് ഈ ജുർഹും ഗോത്രക്കാർ മാറുകയാണ്. ഈ ജുർഹും ഗോത്രക്കാരുടെ ഈ സമീപനത്തിൽ മക്കയിലുണ്ടായിരുന്ന മറ്റാളുകൾക്ക് കൂടെ വളരെ ദുസ്സഹമായ വളരെ ബുദ്ധിമുട്ടുകളെ ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടെ ഇതിനെന്തെങ്കിലും പ്രതിവിധി തേടിയിട്ട് അവർ നടക്കുകയാണ്. അങ്ങനെയാണ് മക്കയുടെ പുറത്തുണ്ടായിരുന്ന ഖുസാഅ് ഗോത്രക്കാരെ ഈ മക്കയിലുണ്ടായിരുന്ന മറ്റാളുകൾ ചെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംരക്ഷകരായിട്ട് വന്ന ഈ ഗോത്രക്കാർ തന്നെ ഞങ്ങളിലേക്ക് വരുന്ന ആളുകൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകൾ എന്നാണ് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ കഅബാലയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആരാധനയോടെ കണ്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുന്ന ആളുകളെയൊക്കെ ക്രൂരമായി പീഡിപ്പിക്കാനും അവരെയൊക്കെ കൊള്ളയടിക്കാനും ഈ ജുർഹും ഗോത്രക്കാർ തുനിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നുകൊണ്ട് അവരെ ഇവിടെ നാട്ടി ഓടിക്കണം, ഞങ്ങൾക്ക് അവരിൽ നിന്നുള്ള സംരക്ഷണം തരണമെന്ന് മക്കയിലുണ്ടായിരുന്ന നല്ലവരായ കുറച്ച് ആളുകൾ ചെന്നിട്ട് ഈ ഖുസാഅ് ഗോത്രക്കാരോട് പറയുകയാണ്. ഖുസാഅ് ഗോത്രക്കാർ ഉടനെ മക്കയിലേക്ക് വരികയും ഇവിടെ ഉണ്ടായിരുന്ന ജുർഹും ഗോത്രക്കാരെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ആട്ടി ഓടിച്ച് അവർ ഈ മക്കയിൽ നിന്ന് പോകുന്ന സമയത്ത് അവരൊരു കാര്യം ചെയ്യുന്നു. അവരുടെ അടുത്തുണ്ടായിരുന്ന സ്വർണം, വെള്ളി, മറ്റു എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നുകൊണ്ട് ഈ സംസം കിണർ കുഴിച്ചു മൂടുകയാണ്. സത്യത്തിൽ അതിൻ്റെ പ്രൈം ലൊക്കേഷൻ എവിടെയായിരുന്നു എന്ന് അവർക്ക് മാത്രമായിരുന്നു. കാരണം അവരായിരുന്നു അതിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന അവരായിരുന്നു. അതുകൊണ്ട് അവർ ആ കിണർ കുഴിച്ചു മൂടുകയാണ്. അവരുടെ പക്കലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും മണ്ണൊക്കെ ഇട്ടിട്ടാണ് അവർ ആ സംസം കിണർ മൂടുന്നത്. അവിടെ അങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ ഒരാൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത്തരത്തിൽ ആ സംസം കിണർ മൂടിയിട്ടാണ് ഈ ജുർഹും ഗോത്രക്കാർ ആ മക്കയിൽ നിന്ന് പോകുന്നത്. തങ്ങൾക്ക് കിട്ടാത്ത ഈ സൗഭാഗ്യം ഇനി വരുന്ന ഒരു ഗോത്രക്കാരും അനുഭവിക്കരുത് എന്നതായിരുന്നു അവരുടെയും ആവശ്യം. അങ്ങനെ ഈ സംസം കിണർ മൂടി അവർ നാട് വിട്ടു പോകുന്നു. ഈ ജുർഹും ഗോത്രക്കാർ പോയതോടുകൂടെ പിന്നീട് അവരെ ആട്ടി ഓടിച്ച ഈ ഖുസാഅ് ഗോത്രക്കാരായിരുന്നു മക്കയുടെ അധികാരികളായിട്ട് വാണിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭരണമായിരുന്നു. മക്കയിലേക്ക് വരുന്ന എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും നമ്മൾ നേരെ സൂചിപ്പിച്ചതുപോലെ
അവർക്കൊക്കെ അന്ന് അവിടെ ഹജ്ജിനും മറ്റ് കർമ്മങ്ങൾക്കൊക്കെ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്നാണ് അവർ വെള്ളം കൊണ്ടുവന്നിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എവിടെയാണ് ഈ സംസം എന്ന് അവർക്ക് പലർക്കും അറിയില്ലായിരുന്നു. കാലക്രമേണ വർഷങ്ങൾക്ക് ശേഷം ആ സംസം എന്നതിനെ പറ്റി തന്നെ ആളുകൾ മറന്നുപോയി എന്നുള്ളതാണ്. വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഞ്ചാമത്തെ പിതൃപരമ്പരയിൽപ്പെട്ട അഞ്ചാമത്തെ ആളായിരുന്ന ഖുസൈ ആ കാലയളവിലാണ് മക്കയിലേക്ക് താമസം മാറിയിട്ട് വരുന്നത്. ഈ ഖുസൈനെ സംബന്ധിച്ചിടത്തോളം മക്കയിലേക്ക് ഖുറൈശികളെ കൊണ്ടുവരുന്നത് ഈ ഖുസൈയാണ്. അഥവാ ഈ ഖുസാ ഗോത്രത്തിലെ തലവന്റെ മകളെയാണ് ഈ ഖുസൈ വിവാഹം ചെയ്യുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽപ്പെട്ട അഞ്ചാമത്തെ ആള് ഈ ഖുസാ ഗോത്രത്തിലെ തലവന്റെ മകളെ വിവാഹം ചെയ്യുന്നു. ഈ മകളെ വിവാഹം ചെയ്തതോടുകൂടെ ആ മക്കയിലും ആ കുടുംബത്തിലും അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഈ ഖുസൈ വളരെ പേരെടുക്കാൻ തുടങ്ങുന്നു. കാരണം അയാൾ അത്രത്തോളം നീതിയോടെ പെരുമാറുന്ന ധീരനായ മനുഷ്യരായിരുന്നു. മക്കയിലേക്ക് വരുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു ഖുസൈ. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ ഖുസാ ഗോത്രത്തിന്റെ തലവൻ അദ്ദേഹം ഒരു ദിവസം മരിച്ചു പോകുന്നു. പിന്നീട് ഒരു അധികാരിയായിട്ട് നിലവിൽ വരുന്നത് ഈ ഖുസൈയാണ്. ഈ ഖുസാ ഗോത്രത്തിന്റെ തലവന് മറ്റു മക്കളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവരൊന്നും അത്ര ശക്തരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഖുസൈ ഈ മക്കയിലേക്ക് വരികയും അവിടെ തൻ്റെ ബന്ധുക്കളായിരുന്ന ഖുറൈശികൾ അന്നൊന്നും മക്കയിലല്ല താമസിക്കുന്നത്. അവർ മക്കയുടെ അതിർത്തി പ്രദേശങ്ങളിലും മറ്റ് വിദൂര താമസങ്ങളിലൊക്കെയാണ്. ആ ഖുറൈശികളെ മുഴുവനും മക്കയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ഖുസാ ഗോത്രക്കാരെ മുഴുവനും അവിടെ നാട്ടിയോടിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊണ്ടുവരുന്ന ഒരു മനോഹരമായ കാഴ്ചയും ഇതിലുണ്ട് എന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുതൽ അവസാനം വരെ പറയുന്ന നമ്മുടെ മുഹമ്മദ് എന്ന സീരീസ് നമ്മുടെ ചാനലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചതായിരുന്നു. അതിൽ ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഞ്ചാമത്തെ പിതാവായിരുന്ന ഈ ഖുസൈ വരുന്നു, ഖുറൈശികളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നീട് ഖുറൈശികളുടെ കീഴിലാണ് മക്ക ആദ്യമായിട്ട് എത്തുന്നത് ഈ ഖുസൈൻ്റെ കാലത്താണ്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ ഖുസൈയാണ് ഖുറൈശികളുടെ പ്രഭവ കേന്ദ്രമായിരുന്ന, അവരുടെ മീറ്റിംഗ് പോയിന്റ് ആയിരുന്ന ഈ ദാറുൻ നദുവൊക്കെ സ്ഥാപിക്കുന്നത് ഇതേ ഖുസൈയാണ്. ഖുസൈന്റെ കാലശേഷം പിന്നീട് മക്കയുടെ അധികാരിയായിട്ട് വരുന്നത് ഇതേ ഖുറൈശിയിൽപ്പെട്ട അബ്ദുമനാഫാണ്. അബ്ദുമനാഫിന്റെ കാലവും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു പോകുന്നു. അതിനുശേഷമാണ് ചരിത്രത്തിലെ വളരെ മനോഹരമായ ഖുറൈശികളുടെ സുവർണ കാലഘട്ടം, മക്കയുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ അറിയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിൽപ്പെട്ട മൂന്നാമത്തെ ആളായിരുന്ന ഹാഷിം മക്കയിലെ നേതാവായിട്ട് വരുന്നത്. ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്കയെ വളരെ മനോഹരമായിട്ട് മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി, സാംസ്കാരികമായി മക്ക ഒരുപാട് ഉന്നതിയിലെത്തുന്നത് ഈ ഹാഷിം ഭരണാധികാരിയായിരിക്കുന്ന സമയത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം മക്കയുടെ 2 കച്ചവട യാത്രകൾ സ്ഥാപിക്കുന്നത് ഈ ഹാഷിമാണ്. റിഹ്ലത്തുൽ ശിത്വാഇ വസ്സൈഫ്, സിറിയയിലേക്കും യമനിലേക്കുമുള്ള 2 കച്ചവട യാത്രകൾ മക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ക്രമങ്ങളിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന, അതിനെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു വർഷത്തിൽ 2 തവണ സിറിയയിലേക്കും യമനിലേക്കുമുള്ള ഈ കച്ചവട യാത്രകൾ. സിറിയയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ യൂറോപ്പുമായി ബന്ധിപ്പിക്കാനുള്ള അവരുടെ പ്രധാന പോയിന്റ് ആയിരുന്നു സിറിയ എന്നുള്ളത്. യൂറോപ്പിലെ എല്ലാ കേന്ദ്രങ്ങളും, എല്ലാ കച്ചവട മാർക്കറ്റുകളും, അവരുടെ കച്ചവട സംഘങ്ങളൊക്കെ സിറിയയിലേക്ക് വരുമായിരുന്നു. മക്കയിലെ കച്ചവട സംഘവും അവിടേക്ക് ചെല്ലുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ മക്കയിലേക്ക് എത്തുന്നു. മക്കയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായി അന്നവർ വ്യാപാരം ചെയ്തിരുന്നത് കുന്തിരിക്കമായിരുന്നു. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന പ്രത്യേകമായ ഒരു മരത്തിൽ നിന്ന് ഈ റബ്ബറിൻ്റെ പാലൊക്കെ എടുക്കുന്നത് പോലെ അത് വെട്ടിയെടുക്കുന്ന അതിൻ്റെ നീര് ശേഖരിച്ചിട്ടാണ് കുന്തിരിക്കം ഉണ്ടാക്കുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അന്ന് വളരെ മൂല്യമുള്ള സാധനമായിരുന്നു കുന്തിരിക്കം. അങ്ങനെ ആ കുന്തിരിക്കമാണ് അറേബ്യയിൽ നിന്ന് പ്രധാനമായിട്ട് കയറ്റിപ്പോയിരുന്നത്. പിന്നെ എവിടെ നിന്ന് ഈത്തപ്പഴവും മറ്റുമൊക്കെ ചെല്ലുന്നു. അങ്ങനെ മക്കയിൽ നിന്നുള്ള വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയി കച്ചവടം ചെയ്യാനും അവിടെ നിന്നുള്ള വസ്തുക്കൾ മക്കയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനും സാധിക്കുന്നു. മക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യകാലം മുതലേ, കഅബ നിലവിൽ വന്നത് മുതലേ പല തീർത്ഥാടനങ്ങൾക്കും അത് വേദിയാകുന്നുണ്ട്. അറേബ്യയിലുള്ള പല ആളുകളും മക്കയിലേക്ക് എത്തുന്നു. മക്കയിലേക്ക് ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങളും കച്ചവട വസ്തുക്കളൊക്കെ വരുന്നു. മക്ക അങ്ങനെ ഒരു അതിമനോഹരമായ കച്ചവട ഹബ്ബായിട്ട് മാറുകയാണ്. അറേബ്യയുടെ, മക്കയുടെ തലവര
ഈ മാറ്റിമറിക്കുന്നത് ഹാഷിമാണ്. സിറിയ നമ്മൾ പറഞ്ഞു, യമനാണെങ്കിൽ അന്ന് ഇന്ത്യ ചൈന പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളൊക്കെ വന്നിരുന്നത് ഈ യമനിലേക്കാണ്. അതുവഴി ഈ വർഷത്തിലുള്ള രണ്ട് കച്ചവട സംഘങ്ങൾ വഴി മക്കയിലേക്ക് എത്തുന്ന, മക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും നടന്നുകൊണ്ട് സാമ്പത്തികമായ വളരെ മുന്നേറ്റത്തിലേക്ക് ഈ മക്കയെ കൊണ്ടെത്തിക്കുന്നത് ഇതേ ഹാഷിമാണ്. ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിവാഹം ചെയ്യുന്നത് മദീനയിൽ വെച്ചിട്ടാണ്. അത് അവരുടെ ഒരു ഭാര്യ സെൽമ എന്നു പേരുള്ള മദീനയിൽ വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ വിവാഹം ചെയ്യുന്നതും. ആ മദീനയിൽ നിന്ന് വന്ന് പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർക്ക് രോഗം ബാധിച്ചുകൊണ്ട് അവരും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഹാഷിമിന് ശേഷം പിന്നീട് മക്കൾക്ക് അധികാരികളായിട്ട് കാര്യമായിട്ട് ആരും നിലവിൽ വരുന്നില്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം അതിന് യോഗ്യരായ ആളുകൾ അവിടെ ഇല്ല എന്നത് കൂടെയായിരുന്നു. ഹാഷിമിന് ശേഷം പിന്നീട് പ്രധാനമായിട്ട് അവിടേക്ക് നേതാവായി വരുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ചരിത്രം വളരെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ സീരീസിലൂടെ ചർച്ച ചെയ്താണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹാഷിം മദീനയിൽ നിന്ന് വിവാഹം കഴിച്ച സെൽമ എന്ന യുവതി, ഹാഷിമ് മരണപ്പെട്ടതോടുകൂടെ ഈ സെൽമ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോവുകയാണ്. കാരണം താൻ അന്ന് ഗർഭിണിയാണ്. ആരും അറിയാതെയാണ് അവർ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നത്. കാരണം ഭർത്താവ് വിയോഗ ശേഷം തൻ്റെ മകനുമായിട്ട് ഇനി മക്കയിൽ താമസിക്കുക, തൻ്റെ മകൻ്റെ പൂർവ്വ അധികാരം ഈ മക്കയിലെ കുറേശ്ശികൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ മകന് തനിക്ക് സ്വന്തമായിട്ട് വേണം എന്നൊരാഗ്രഹം കൊണ്ടാണ് അവർ മദീനയിലേക്ക് പോകുന്നതും. മദീനയിലേക്ക് പോയി അവിടെ കുഞ്ഞു പിറക്കുകയും അവരുടെ ജീവിതം അവിടെ മനോഹരമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ആ കാലയളവിലാണ് ഈ ഹാഷിമിൻ്റെ സഹോദരനായിരുന്ന മുത്തലിബ് എന്ന വ്യക്തി മദീനയിലേക്ക് ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഹാഷിമിൻ്റെ അതേ മുഖ സാദൃശ്യമുള്ള ഒരു മകനെ അവിടെ കാണുന്നു. അതോടുകൂടെ മുത്തലിബ് എന്ന ഹാഷിമിൻ്റെ സഹോദരൻ ഉറപ്പായി ഇത് തൻ്റെ സഹോദര പുത്രനാണ്. അവനെ ഏറെ സംസാരങ്ങൾക്ക് ശേഷം സൽമയെ സമ്മതിപ്പിച്ചുകൊണ്ട് മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇവൻ മക്കയുടെ അധികാരിയായിട്ട് വളരേണ്ട ആളാണ്, കഅബയുടെ സംരക്ഷകനായിട്ട് വളരേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളിൽ സൽമ എന്ന തൻ്റെ ഉമ്മ വീണു പോവുകയും അങ്ങനെ ഈ മുത്തലിബാണ് ഈ ഹാഷിമിൻ്റെ മകനെ ഈ മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് രണ്ടുപേരും മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ മുത്തലിബിൻ്റെ അടിമയാണ് തൻ്റെ കൂടെ ഇരിക്കുന്ന ഈ കുട്ടി എന്നാണ് മക്കയിലെ മുഴുവനും ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഈ ഹാഷിമിൻ്റെ മകനാണ് ഇത് എന്ന് അവർക്ക് പലർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ മദീനയിൽ നിന്ന് വന്നപ്പോൾ പുതിയൊരു കുട്ടിയുമായിട്ട് വരുന്നത് കണ്ട മക്കയിലെ ആളുകൾ മുഴുവനും വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ് ഇതാ ഒരു പുതിയൊരു അടിമക്കുട്ടിയായിട്ട് വന്നിരിക്കുന്നു, അത് മുത്തലിബിൻ്റെ അടിമയാണ് എന്ന പേരിൽ. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് പോലും അവർക്ക് ലഭിക്കുന്നത്. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം മക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും സുശക്തനായ, അല്ലെങ്കിൽ അദ്ദേഹം ഭരണാധികാരിയായിരിക്കെ ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ മക്കയിൽ അരങ്ങേറുന്നുണ്ട്. അതിലൊരുപാട് സംഭവങ്ങൾ അബ്രഹത്തിൻ്റെ ആനപ്പടയുടെ സംഭവമാകട്ടെ, മറ്റൊരുപാട് സംഭവങ്ങൾ അവിടെ വേദിയാവുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അബ്ദുൽ മുത്തലിബ് അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകുന്നു. അബ്ദുൽ മുത്തലിബ് ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്നു. അദ്ദേഹം ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മക്കയുടെ നേതാവ് അബ്ദുൽ മുത്തലിബാണ്. കഅബയുടെ സമീപത്ത് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഇരിപ്പിടത്തിൽ കിടന്ന് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ, നമ്മൾ പറഞ്ഞതുപോലെ 400 വർഷക്കാലമായിട്ട് സംസം എന്നുള്ളത് അവിടെ ഉണ്ട് എന്ന് പോലും ആളുകൾക്ക് അറിയുന്നില്ല. കാരണം അത്രയും കാലം മുമ്പാണ് അത് ജുർഹും ഗോത്രക്കാരും മണ്ണിട്ട് മൂടിപ്പോകുന്നത്. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്നാണ് കഅബയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വിദൂര നാടുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയും ആളുകളെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ കാലയളവിലാണ്. അങ്ങനെ ഒരു ദിവസം ഈ കഅബയുടെ തണലിൽ അബ്ദുൽ മുത്തലിബ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ത്വയ്ബ കുഴിക്കുക. എന്താണ് ത്വയ്ബ? അദ്ദേഹം തിരിച്ചു ചോദിച്ചപ്പോഴേക്കും സ്വപ്നം അവസാനിക്കുന്നു, അദ്ദേഹം ഉറക്കമുണരുന്നു. രണ്ടാമത്തെ ദിവസം വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ബറ അഥവാ നിങ്ങൾ ഗുണമുള്ളത് കുഴിക്കുക. എന്താണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അന്നും സ്വപ്നം അവസാനിക്കുന്നു, സ്വപ്നത്തിലുള്ള ആൾ മടങ്ങിപ്പോകുന്നു. മൂന്നാമത്തെ ദിവസവും വന്നിട്ട് കുഴിക്കാൻ പറയുന്നു. എന്ത് കുഴിക്കണം എന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ തിരിച്ചു പോവുകയാണ്. നാലാമത്തെ ദിവസം വന്നുകൊണ്ട് അയാൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ സംസം കുഴിക്കുക. കൃത്യമായ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. അന്ന് അവിടെ കഅബയ്ക്ക് സമീപത്തുണ്ടായിരുന്ന ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. അതിൻ്റെ രക്തവും അതുപോലെ തന്നെ പ്രാവിൻ്റെ ചില കാഷ്ടങ്ങളൊക്കെയുള്ള ഒരു കൃത്യമായ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ കുഴിക്കേണ്ടത്. പിറ്റേന്ന് ഉറക്കുണർന്നപ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബും ഹാരിസും ആയുധങ്ങളുമായിട്ട് നേരെ കഅബയുടെ സമീപത്തേക്ക് ചെല്ലുന്നു. അവിടെ കുഴിക്കാൻ ആരംഭിക്കുകയാണ്. ഉടനടി ഖുറൈശികളായ ആളുകൾ മുഴുവനും വന്നിട്ട് അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്,
പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന പണി അവസാനിപ്പിക്കണം. കഅബയുടെ സമീപത്ത് ഇങ്ങനെ ഒരു കുഴിയെടുക്കുക എന്നുള്ളത് അതൊരു അപമാനകരമായ കാര്യമാണ്. നിങ്ങളിത് അവസാനിപ്പിക്കണം എന്ന് വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഉടനടി അദ്ദേഹം അവരെ ഒന്നും കാര്യമാക്കാതെ അതിൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വീണ്ടും വീണ്ടും എതിർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളിയും സ്വർണമൊക്കെ ലഭിക്കാൻ തുടങ്ങുന്നു. ആളുകൾക്ക് അതിൽ ആകാംക്ഷയുണ്ടാകുന്നു. അവരിൽ നിന്ന് പറയുന്ന ഒന്നും കേൾക്കാതെ അബ്ദുൽ മുത്തലിബ് വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ച് അത് സംസമിൻ്റെ ഉറവയിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ നിന്നും ജലധാര ഉണ്ടാകുന്നു. ആളുകളൊക്കെ അത്യത്ഭുതത്തോടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മരുഭൂമിയിലാണ് ഇങ്ങനെ ഒരു ജലധാര രൂപപ്പെട്ടത് കണ്ടിട്ട് അവരെല്ലാവരും സന്തോഷിക്കുകയും അത് ശേഖരിക്കാൻ വേണ്ടി ഓടിക്കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന പണി നിങ്ങൾ അവസാനിപ്പിക്കണം. കാരണം സംസം ഇത് അള്ളാഹു എനിക്ക് തന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുടിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അവകാശമൊക്കെ എനിക്ക് മാത്രമുള്ളതാണ് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നു. പക്ഷേ ഖുറൈശികൾ അതിന് സമ്മതിക്കുന്നില്ല. ഒരിക്കലുമില്ല, നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണിത് സംസം എന്ന് പറഞ്ഞുകൊണ്ട് അവരതിന് അവകാശവാദമായിട്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സംസമിൻ്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അവർ ആ പ്രശ്ന പരിഹാരം തേടിയിട്ട് ചെല്ലുന്നത് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്കാണ്. മദീനയുടെ സമീപത്തുള്ള, മക്കയിൽ നിന്ന് ഏറെ ദൂരെ സഞ്ചരിക്കണം, ആ മരുഭൂമിയിൽ ഏകാന്തമായിട്ട് താമസിക്കുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്കാണ്. അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്ന ജ്യോത്സ്യനാണ് അദ്ദേഹം. ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ ചെല്ലുകയാണ്. അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള മക്കയിലെ 10 നേതാക്കളാണ് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവർ ദിവസങ്ങൾ നീണ്ട മരുഭൂമിയിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വഴി തെറ്റി അവരേതോ മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അകപ്പെടുന്നു. തിരിച്ചു പോരാൻ ഒരു വഴിയും കാണുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നിരിക്കുന്നു. ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് അവരെത്തുന്നില്ല. ഏതോ മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങൾ ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചു പോരാൻ ഒരു വഴിയുമില്ല. മരുഭൂമിയുടെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഇനി മരണമല്ലാതെ മറ്റൊന്നും തങ്ങളുടെ മുന്നിലില്ല എന്ന് മക്കയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അബ്ദുൽ മുത്തലിബൊക്കെ തിരിച്ചറിയുകയാണ്. മരുഭൂമിയിൽ അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അവർ ചെയ്യുന്ന ഒരു പണി എന്തെന്ന് വെച്ചാൽ, സ്വയം അവർ ഖബർ കുഴിക്കും. മരുഭൂമിയിൽ കുഴിയുണ്ടാക്കി അവർ അതിലേക്ക് ഇറങ്ങിക്കിടക്കും. ഏത് നിമിഷവും തങ്ങൾ മരിച്ചു പോകും. കുഴിയിലല്ലാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളും കഴുകന്മാരും ഒക്കെ വന്ന് അവരുടെ മൃതദേഹങ്ങൾ കൊത്തിവലിച്ച് അത് വികൃതമാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ കുഴിയെടുത്തിട്ട് അതിലിറങ്ങി മരണത്തെയും കാത്തു കിടക്കും. പട്ടിണിയും വിശപ്പും സഹിക്കവയ്യാതെ അവരങ്ങനെ മരിച്ചു പോകും. അടുത്ത മരുഭൂമിയിൽ ഒരു കാറ്റിൽ മണൽ വന്നുകൊണ്ട് ആ കുഴി അങ്ങനെ മൂടിക്കളയും. അതായിരുന്നു മരുഭൂമിയിൽ അകപ്പെട്ടിരുന്ന ആളുകൾ ചെയ്യാറുണ്ടായിരുന്നത്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മക്കയിൽ നിന്ന് ജ്യോത്സ്യനെ തേടി പോയ ഈ 10 ആളുകളും ആ വഴി തന്നെ ചെയ്യുകയാണ്. എല്ലാവരും കുഴിയെടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി കിടക്കാൻ തുടങ്ങുന്നു. അബ്ദുൽ മുത്തലിബും ഇതുപോലെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ച് കുഴിയെടുക്കുകയാണ്. തൻ്റെ ഖബറിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു ഉറവ അവിടെ പൊട്ടുകയാണ്. അതോടുകൂടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അബ്ദുൽ മുത്തലിബിൽ കീഴടങ്ങുകയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ദൈവം നിങ്ങളെ വീണ്ടും വീണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ജലധാരയിൽ നിന്ന് വെള്ളം കുടിക്കുകയും സംസമിൻ്റെ പൂർണ്ണമായ അവകാശം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായ ആരോഗ്യം തിരിച്ചെടുത്തതിന് ശേഷം വഴി അന്വേഷിച്ച് വീണ്ടും മക്കയിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെയാണ് സംസമിൻ്റെ അവകാശവും അതിൻ്റെ പുനർജന്മവും ഒക്കെ അബ്ദുൽ മുത്തലിബ് വഴിയാണ് പിന്നീട് മക്കക്കാർക്ക് ഉണ്ടാവുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അബ്ദുൽ മുത്തലിബ്, അവർ ഈ ആളുകളെല്ലാവരും വന്ന് അവരെ പരിഹസിച്ച സമയത്ത് അവർ ആഗ്രഹിച്ചു പോകുന്നുണ്ട്, എനിക്കെങ്ങാനും ഒരുപാട് മക്കളുണ്ടായിരുന്നുവെങ്കിൽ ആരും എന്നെ ഇതുപോലെ അപഹസിക്കാനോ പരിഹസിക്കാനോ ഒന്നും വരില്ലായിരുന്നു. എനിക്കാകെയുള്ളത് ഹാരിസ് എന്ന മകൻ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ കൂടെ ജോലി ചെയ്യാനുണ്ടാകുമായിരുന്നു, സംസം കുഴിക്കാനും എൻ്റെ കൂടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാകുമായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ബാക്കി ഖുറൈശികൾ എന്നെ ഒരിക്കലും പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഉടനടി അദ്ദേഹം പറയുന്നു, എനിക്ക് 10 മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നന്ദി എന്നോണം ഒരു മകനെ ഞാൻ ബലിയർപ്പിച്ചു കൊള്ളാം എന്നൊരു പ്രതിജ്ഞ അബ്ദുൽ മുത്തലിബ് ആ കാലയളവിൽ എടുക്കുന്നുണ്ട്. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അദ്ദേഹത്തിന് 10 മക്കൾ ഉണ്ടാവുകയാണ്. ആ വലിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും സുന്ദരനായ ഒരു മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയാണ്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായിരുന്ന അബ്ദുള്ളയെ ആയിരുന്നു.
അബ്ദുള്ള മക്കാർക്കിടയിൽ വളരെ പ്രിയങ്കരനായ സുന്ദരനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായിരുന്നു. ആ മകനെ ഈ അനുഗ്രഹത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു കയ്യിൽ കത്തിയും മറുകയിൽ അബ്ദുള്ളയുടെ കൈയും പിടിച്ചുകൊണ്ട് കഅബയുടെ ബലിപീഠത്തിലേക്ക് അബ്ദുൽ മുത്തലിബ് നടന്നു ചെല്ലുകയാണ്. ഉടനടി ഈ വാർത്തയറിഞ്ഞ ഖുറൈശി ഗോത്രങ്ങളിലെ സ്ത്രീകളും ഈ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യമാരും അബ്ദുള്ളയുടെ ഉമ്മയൊക്കെ വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനോട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഉപ്പ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം, നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവും, പക്ഷെ അബ്ദുള്ളയെ നിങ്ങൾ ബലി നൽകരുത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് പറയുകയാണ്. അവരുടെ കടുത്ത നിർബന്ധം കാരണം, ഈ അബ്ദുള്ളയുടെ ഉമ്മയുടെ ഒക്കെ നിർബന്ധം കാരണം അങ്ങനെ അബ്ദുൽ മുത്തലിബ് അതിൽ നിന്ന് പിന്മാറുന്നു. ഇതിനെന്ത് പ്രതിവിധി എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് വീണ്ടും അബ്ദുൽ മുത്തലിബ് ചെല്ലുകയാണ്. ആ സമയത്ത് ജ്യോത്സ്യൻ മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകനെയും അബ്ദുള്ളയെയും 10 ഒട്ടകങ്ങളെയും വെക്കുക, അതിൽ നറുക്കിടുക. അബ്ദുള്ളക്കെതിരെയാണ് നറുക്ക് വീഴുന്നതെങ്കിൽ വീണ്ടും 10 ഒട്ടകങ്ങളെ ആഡ് ചെയ്യുക, വീണ്ടും നറുക്കിടുക. എപ്പോഴാണോ ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ട് നറുക്ക് വീഴുന്നത് ആ സമയത്ത് അത്രയും ഒട്ടകങ്ങളെ ഈ അബ്ദുള്ളക്ക് പകരം നിങ്ങൾ ബലിയർപ്പിക്കുക എന്നതാണ് ജ്യോത്സ്യൻ നൽകുന്ന പ്രതിവിധി. അബ്ദുള്ളയെ വെക്കുന്നു, 10 ഒട്ടകങ്ങളെ വെക്കുന്നു, നറുക്കിടുന്നു. നറുക്ക് അബ്ദുള്ളക്കെതിരെ വീഴുകയാണ്. വീണ്ടും 20 ഒട്ടകങ്ങളെ ആഡ് ചെയ്ത് നറുക്കിടുന്നു, അബ്ദുള്ളക്കെതിരെ തന്നെ നറുക്ക് വീഴുന്നു. ഒട്ടകങ്ങളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 100 ഒട്ടകങ്ങളെയും ഒരു ഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ളയും വെക്കുന്നു, നറുക്കിടുന്നു. ആ സമയത്ത് മാത്രമാണ് ഒട്ടകങ്ങൾക്ക് നറുക്ക് വീഴുന്നത്. ആ 100 ഒട്ടകങ്ങളെ ബലി കർപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിനെ ആ ബലിയിൽ നിന്നും അബ്ദുൽ മുത്തലിബ് സംരക്ഷിക്കുന്നത്. ഈ ഒരു സംഭവം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇരട്ട ബലിയുടെ പുത്രനാണ്. ഏതാണ് ഇരട്ട ബലി? ഒന്ന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നുണ്ട്, അവിടെ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. രണ്ടാമത് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനെ അബ്ദുള്ളയെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോവുകയും അതിൽ നിന്ന് ഒട്ടകത്തെ കൊടുത്ത് സംരക്ഷിക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരട്ട ബലിയുടെ പുത്രനാണ് താനെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമാനത്തോടെ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സംസം മണ്ണിട്ട് മൂടിയ ആ അപൂർവ ചരിത്രത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.